ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സോ ഞാനിപ്പം വെയിൽസിലാണല്ലോ. സോ എല്ലാവർക്കും അറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇംഗ്ലണ്ടിലും ഉണ്ടായിരുന്നു, നോർത്താംപ്ടണിലുണ്ടായിരുന്നു. സോ അവിടുന്ന് ഞാനിപ്പം ഇന്നലെ ഞാൻ വെയിൽസിലോട്ട് വന്നു. സോ വെയിൽസ് ഞാൻ കാണിക്കാത്ത വെയിൽസ് ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് വന്നതാണ് അവനെ കാണാനും. അവൻ്റെ വീട്ടിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇന്നിപ്പോൾ നമ്മൾ ലണ്ടനിലോട്ട് പോവാണ്. സോ വെയിൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ വെയിൽസിൽ ഇവർ വെയിലിഷാണ് സംസാരിക്കുക, പക്ഷേ ഇംഗ്ലീഷും സംസാരിക്കും. സോ വെയിലിഷിൽ ഇവർ അനൗൺസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ എഴുതിയെടുത്തൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ന്യൂ പോർട്ട് എന്നാണ് ആക്ച്വലി സ്ഥലത്തിൻ്റെ പേര്. അത് വെയിലിഷിൽ എഴുതി വെച്ചിട്ടുണ്ടോ മുകളിൽ. വെയിലിഷിൽ അതെങ്ങനെയാണ് പറയുക, കാസ് ന്യൂ എങ്ങനെയാണ് അവരത് പറയുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കറിയില്ല. കാരണം വെയിലിഷ് ഇസ് ലൈക്ക്, ഞാൻ അനൗൺസ്മെൻറ്റ് കേൾക്കുമായിരുന്നു. ഭയങ്കര സ്ഥലമാണ് വെയിൽസ് എന്ന് പറഞ്ഞാൽ. ആൻഡ് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ഇവിടെ ഒന്ന് കാണാനുള്ളൊരു ടൈം എടുത്തില്ല. സോ മേ ബി ഞാൻ ഒരു വെയിൽസ് കാണാനായിട്ടൊരു എപ്പോഴെങ്കിലും ഒരു ടൈം നമുക്ക് വരാം, എപ്പോഴെങ്കിലും നോക്കാം. ഇപ്പം ഇവിടുന്ന് എനിക്ക് ലണ്ടനിലുള്ള ട്രെയിനാണ്. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് ഒരു 7:30 ആയിട്ടുണ്ട്. ഇവിടുന്ന് ലണ്ടനിലോട്ടുള്ള എനിക്കൊന്നൊരു 2 hours ജേർണി ഉണ്ട്. ലണ്ടനിലൊരു 2.5 hours ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്നൊരു 10 ഒക്കെ ആകുമ്പോഴേക്കും ലണ്ടനിൽ നമ്മളെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 1-2 സ്ഥലങ്ങൾ കണ്ടു വെച്ചിട്ട് പോകണം, കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എനിവേ ന്യൂ പോർട്ട് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. സോ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഓബിയസ്ലി ഇവരാണല്ലോ അങ്ങോട്ട് വന്നത്. നാട്ടിലത്തേക്കൊരു വൈബ് വരുന്നുണ്ട്. കുറച്ച് വ്യത്യാസങ്ങളുണ്ടെങ്കിലും നാട്ടിലൊരു വൈബുണ്ട്. Korzystając konserwatywy ledwo rozwojować Great Railway. Making sure that we're running talking can be done at trains and like the best that I have got. ട്രെയിൻ വരാൻ വരുന്നുണ്ട്. സോ നമ്മൾ ഓൾറെഡി ലേറ്റാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ലേറ്റാണ്. സോ നമുക്ക് ലണ്ടൻ പാഡിങ്ടണിലുള്ള ട്രെയിനാണ് കേട്ടോ. സോ ഗൈസ് നമ്മളിപ്പോൾ ട്രെയിനിൽ കയറി. സോ അവിടെ നമ്മൾ ആദ്യം ഇരുന്ന സീറ്റിൽ ആക്ച്വലി അത് റിസർവ്ഡാണ്. ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ് അത് റിസർവ്ഡാണെന്ന് അറിയാട്ടോ. ഇവിടെ കണ്ടോ, അവിടെ ആ സീറ്റിന് മുകളിൽ റെഡ് ആണെങ്കിൽ അത് റിസർവ്ഡാണ്. ആക്ച്വലി ഇവിടെയും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, അത് റിസർവ്ഡാണ്. പക്ഷെ മറ്റേത് അവൈലബിളാണ്, 86 അവൈലബിളാണ്. മഴയുണ്ട് ചെറുതായിട്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വ്യൂസ് ഉണ്ട് കേട്ടോ. ട്രെയിൻ എക്സ്പെൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ട്രിപ്പിന് തോന്നുന്നത്. ലൈക്ക് ട്രെയിൻ ഈസ് റിയലി എക്സ്പെൻസീവ് ഇൻ ദി UK. എല്ലാവരും പറഞ്ഞിട്ടുണ്ടത്. അതിന് എനിക്ക് പറയാനുള്ളത് ലൈക്ക് ഇറ്റ്സ് റിയലി എക്സ്പെൻസീവ്. അതുപോലെ തന്നെ ഇറ്റ്സ് റിയലി കംഫർട്ടബിൾ ആസ് വെൽ. നമുക്ക് എവിടെ പോകണമെങ്കിലും നമുക്ക് ട്രെയിൻ സർവീസസ് ഉണ്ട്. അപ്പം കംഫർട്ടബിൾ ആണ് ആൻഡ് ഇറ്റ്സ് ബെറ്റർ ദാൻ ബസ്. എനിക്ക് ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലും എനിക്കിഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. ബസ് ഞാൻ ഇങ്ങനെ പ്രിഫർ ചെയ്യാറില്ല, എസ്പെഷ്യലി ലോങ് ജേർണിക്കൊന്നും ഞാൻ അങ്ങനെ ബസ് പ്രിഫർ ചെയ്യാറില്ല. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എനിക്ക് എപ്പോഴും ട്രെയിനാണ്. അത് ടിക്കറ്റ് കണ്ടക്ടറാണ് റെയിൽ സ്റ്റേഷനിൽ നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. സോ നമുക്ക് ഒരു ഈ ബാർകോഡ് ടിക്കറ്റ് ഉണ്ടോ, നമുക്ക് വാലിഡേറ്റ് ചെയ്യാം. ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ അവരത് വാലിഡേറ്റ് ചെയ്തോളും. സോ ഇറ്റ്സ് മോർ ലൈക്ക്
അവരെടുത്തൊരു മെഷീൻ ഉണ്ട്, അത് ജസ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ അത് കിട്ടും കേട്ടോ. സോ അങ്ങനെയാണ് അത് നോക്കുന്നത്. ട്രെയിൻ ലൈക്ക് സൂപ്പർ കംഫർട്ടബിൾ ആണ്. സോ ഇത് അത്യാവശ്യം കുറച്ച് എന്താ പറയുക ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേ ആണ്. സോ അത് അത്യാവശ്യം കുറച്ച് സ്പീഡ് പോകുന്ന ലൈക്ക് സൂപ്പർ ഫാസ്റ്റ് പോലെ ട്രെയിനാണ്. സോ ഓൾമോസ്റ്റ് ലോങ് പോകുന്ന ട്രെയിനാണ് കേട്ടോ. സോ നമുക്കിവിടെ ഇതെല്ലാ ട്രെയിൻസിലും ഉണ്ട്. ഇവിടെ ഇതിൽ മാത്രമല്ല, ഇവിടെ ഒരു ഇതുണ്ട് ലൈക്ക് ഇൻ ദ സെൻസ് നമുക്ക് ചായ വെക്കാനോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു ട്രേ പോലത്തെ ട്രേ സ്റ്റേൻ ഉണ്ട്. സോ ആക്ച്വലി നടുവിലൊക്കെ ടേബിളുള്ള സീറ്റ്സ് ഉണ്ട് കേട്ടോ. ടേബിളുള്ള ചെയർസും ലൈക്ക് നമുക്ക് മുമ്പിൽ ടേബിളൊക്കെ ഉണ്ടാവും. അത് കുറച്ചും കൂടി നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ പക്ഷേ അത് ഞാൻ പോകുമ്പോൾ കാണിച്ചത് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ചാർജിങ് സോക്കറ്റ് ഇവിടെ സീറ്റിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ചാർജിങ് സോക്കറ്റ്. സോ ഓൾ ഗുഡ്. നമുക്ക് നോക്കാം. ലണ്ടനിൽ മഴയായിരിക്കും എനിക്കറിയില്ല. ഇനി ഒരു 9 വരെ ഒരു മഴ ഞാൻ കാണുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് പ്രിറ്റി ഗുഡ്. ലൈക്ക് ഭയങ്കര ഭംഗി നോക്കി എന്താ അത് ലൈക്ക് എന്തായാലും ലൈക്ക് എന്തൊരു ഭംഗിയാണ്. ഭയങ്കര ഐ പ്ലീസിങ് ആണ്. ഇറ്റ്സ് ലൈക്ക് പാഡി ഫീൽഡ്സ് ലൈക്ക് പാഡി അല്ലെങ്കിൽ മോർ ലൈക്ക് ഭയങ്കര ഭംഗിയാട്ടോ. ട്രെയിനിലെ കാറ്ററിംഗ് സർവീസാണ്. ട്രെയിനിൽ നമുക്ക് ചായയൊക്കെ കിട്ടുമല്ലോ ലൈക്ക് നാട്ടിലത്തെ പോലെ തന്നെ. ചായ എടുത്ത് നമുക്ക് നോക്കാം എന്താണ് എന്ത് ചായ അവരെടുത്തുള്ളത് എന്താണ് നമുക്ക് നോക്കാം. അവർ വരുമ്പോൾ നോക്കാം, വീഡിയോ എടുക്കാം. അപ്പം ഇവിടെ ഇതിൻ്റെ മുകളിൽ ലാപ്ടോപ്പ് മൊത്തം കറക്റ്റായിട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ഈ ഒരു സാധനം കണ്ടോ, ഇതിങ്ങനെ പുൾ ഔട്ട് ചെയ്താൽ നമുക്ക് ഇത്രയും ഒരു എക്സ്ട്രാ എക്സ്റ്റൻഷൻ കിട്ടും. സോ അത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ലാപ്ടോപ്പ് ചേട്ടാവേ ഞാൻ അയ്യോ ഓക്കെ. നമുക്ക് ഇവിടെ കണ്ടോ അതിൻ്റെ മുകളിൽ അത്രയും എക്സ്ട്രാ ഇതിൽ വെച്ചിട്ട് ലാപ്ടോപ്പ് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ലൈക്ക് മോർ കംഫർട്ടബിൾ ആണ്. ഇവിടെ ചായ വരുന്നത് ചായ മേടിക്കാം. Could we please get two teacup? Yeah. One with just milk and the other one with milk and sugar, please. ചായ ഇങ്ങനെ കിട്ടും കേട്ടോ. സോ ടീ ബാഗൊക്കെ ഇട്ടിട്ട് അല്ല ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേ എന്നാണ് GWR. ആൻഡ് ഞങ്ങൾ അതുപോലെ തന്നെ ഇത് എന്തിനാ എനിക്കറിയില്ല, നമുക്ക് നോക്കാം. എന്തിനാ എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മിൽക്ക് ഇതാണ് കേട്ടോ മിൽക്ക്. സോ ഇതാണ് മിൽക്ക്. ആൻഡ് നമുക്ക് ഷോർട്ട് ബ്രെഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഷോർട്ട് ബ്രെഡ് അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കൈൻഡ് ഓഫ് ബിസ്ക്കറ്റാണ്. ഭയങ്കര നൈസാണ് കേട്ടോ. സോ ഇതാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. നോക്കാം. എനിക്ക് ചെറിയൊരു 1-2 കുറച്ച് വർക്ക്സ് ചെയ്യാണ്ട്, ഐ മീൻ സെൻസ് കുറച്ച് എഡിറ്റിംഗ് വർക്കൊക്കെ ചെയ്യാനുണ്ട്. അത് നമുക്ക് നോക്കണം. എന്താ നമുക്ക് നോക്കാം. ആൻഡ് ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. എവിടെയത്? ബ്രിസ്റ്റോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ബ്രിസ്റ്റോൾ പാക്ക്വേ. നമ്മൾ പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ചായ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആക്കണമെങ്കിൽ ഒന്ന് അറിയാലോ, ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് സ്ട്രോങ് ആയി വരും. പിന്നെ ഞാൻ ഷുഗർ കഴിക്കാറില്ല, സോ ഞാൻ ഷുഗർ ഇട്ടില്ല, ജസ്റ്റ് മിൽക്ക് മാത്രമേ ഉള്ളൂ. സോ ആൻഡ് ദ വ്യൂ ആൻഡ് ഇറ്റ്സ് എ ട്രെയിൻ ലൈക്ക് സൂപ്പർ ഗുഡ്, റിയലി സൂപ്പർ ഗുഡ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ കുറച്ചുകൂടി വെളിച്ചമൊക്കെ വന്നിട്ട്. സോ ഞാൻ കൂടെ വീഡിയോ ആദ്യം എടുക്കായിരുന്നു തുടങ്ങിയപ്പം ഇരുട്ടായിരുന്നു ഒബിയസ്ലി. സോ ബട്ട് ഇപ്പോൾ നല്ല വെളിച്ചമൊക്കെ വന്നിട്ട് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. കുറച്ചും കൂടി എല്ലാവർക്കും കാണാൻ പറ്റും. ഷോ ചായ ഉണ്ട്. പിന്നെ എൻ്റെ അടുത്തൊരു 2 ഷോർട്ട് ബ്രെഡ്സ് ഇരിപ്പുണ്ട്. സോ ഇതൊന്ന് കഴിക്കട്ടെ, നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയുണ്ട് നോക്കാം. ആൻഡ് നമ്മളിപ്പോൾ ലണ്ടൻ പാഡിങ്ടൺ എത്താനായി. ഞാൻ എപ്പോൾ ക്യാമറ കാണുന്നത് അപ്പോൾ ഏതെങ്കിലും ഡ്രീം വരും ഗൈസ്. ബട്ട് യാ, സോ ഇപ്പോൾ ടൈം 9:44 ആയിട്ടുണ്ട് മോർണിംഗ്. സോ നമ്മൾ പാഡിങ്ടൺ എനിക്കൊന്നൊരു 5 മിനിറ്റ്സ് ഇല്ല, ഓൾമോസ്റ്റ് എത്തി. ഇത് സ്റ്റേഷനാണ്, സ്റ്റേഷൻ്റെ ഒരു ഭാഗമാണ്. സോ ലണ്ടൻ പാഡിങ്ടൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വലിയ സ്റ്റേഷനാണ് കേട്ടോ. ലൈക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ലൈക്ക് അവിടെ ഒരുപാട് ട്രെയിൻ കണക്ട് ചെയ്യുന്ന ഒരുപാട് ട്രെയിൻ സർവീസസ് ഉള്ളൊരു
അത്യാവശ്യം നല്ല വലിയ സ്റ്റേഷനാണ്. ഒരുപാട് വലിയ സ്റ്റേഷൻസ് ഇവിടെ ഉണ്ട്. വൈദവേ ലണ്ടനിലുള്ള ഓൾമോസ്റ്റ് എല്ലാം അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്. കിങ് ക്രോസ് എന്നാണ് ഞാൻ കയറുന്നത്. അത്യാവശ്യം ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര വലിയ സ്റ്റേഷനാണ്. ലൈക്ക് ഓവർ സ്കോട്ട്ലാൻഡിലേക്കും വെയിൽസിലേക്കും ഒക്കെ വലിയ വലിയ സർവീസസ് ഉള്ള ഒരു സ്റ്റേഷനാണ്. സോ എത്തിക്കൊണ്ടിരിക്കണം. സോ ഇപ്പോൾ അനൗൺസ് ചെയ്തു ലണ്ടൻ എത്തി, സ്റ്റേഷനെത്തി. സോ നമ്മളെ ലഗേജ് മുകളിൽ നിന്ന് എടുക്കണം. വേറെ എന്താ, രാവിലെ ഇപ്പോൾ ഫുഡ് കഴിക്കണം. ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എന്താ എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്യാമെന്ന് വെച്ചിരിക്കുമായിരുന്നു. പിന്നെന്താ, ക്രിസ്മസ് അടുത്ത് വന്നിട്ട്, സോ അതുകൊണ്ട് ഒരുപാട് പരിപാടികളൊക്കെ ലണ്ടനിലുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാണാൻ പറ്റുകയെന്നൊക്കെ. സോ